എറണാകുളം കുട്ടമ്പുഴയിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നതിൽ ജനരോഷം ശക്തമാവുകയാണ്. കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ കിടങ്ങ് നിർമ്മാണം തുടങ്ങിയാൽ മാത്രമേ കൊല്ലപ്പെട്ട എൽദോസിന്റെ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കൂ എന്ന നിലപാടിലാണ് നാട്ടുകാർ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കിടങ്ങ് നിർമ്മാണത്തിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. കുട്ടമ്പുഴയിൽ ജനകീയ ഹർത്താൽ ഇപ്പോഴും തുടരുകയാണ്. ജോലിസ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വരുന്നതിനിടെ ഇന്നലെ രാത്രിയാണ് എൽദോസിനെ കാട്ടാന ആക്രമിച്ചത്. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെ നടക്കുമ്പോഴായിരുന്നു എൽദോസ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത്. കാട്ടാനയുടെ ചവിട്ടേറ്റ എൽദോസ് തൽക്ഷണം മരിച്ചു. പിന്നാലെ സ്ഥലത്ത് പ്രതിഷേധവുമായി നാട്ടുകാർ സംഘടിച്ചു. കിടങ്ങ് നിർമ്മിക്കുക, വൈദ്യുതി വേലി സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നാട്ടുകാർ ഉന്നയിച്ചത്. സ്ഥലത്തെത്തിയ കളക്ടർ ഉറപ്പ് നൽകിയതിനെ തുടർന്ന് 6 മണിക്കൂറിന് ശേഷം പുലർച്ചെയാണ് മൃതദേഹം സ്ഥലത്തു നിന്ന് മാറ്റാൻ നാട്ടുകാർ തയ്യാറായത്. എൽദോസിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ചെക്കും കളക്ടർ കൈമാറി. 5 അടി വീതിക്ക് ഇവിടെ കോൺക്രീറ്റ് കെട്ടി ആണിയടിച്ച് നിലനിർത്തിയാലാണ് ആനകൾ വനത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കുള്ളൂ. അപ്പോൾ ആനയുടെ കാലിൽ ആണി കൊള്ളാറുള്ള ആന പുറത്തേക്ക് വനത്തിൽ തന്നെ നിന്നോളൂ. കടന്നു വരുന്ന മൃഗങ്ങളെ ഏത് വിധേന അത് നഷ്ടപ്പെടുത്താനുള്ള ഒരു അനുവാദം കൊടുക്കണം. ഫോറസ്റ്റുകാർ ശരിയും കൊടുക്കണം. കിടങ്ങ് നിർമ്മാണത്തിനുള്ള സർവേ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ എൽദോസിന്റെ മൃതദേഹം സംസ്കരിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ. രാവിലെ പണി തുടങ്ങാന്നാ പറഞ്ഞ റെഞ്ചിന്റെയും ഫെൻസിങ്ങിന്റെ ഒക്കെ പണി അത് ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ ഇന്ന് ചെയ്യേണ്ട പണി ഇതാണ്. എല്ലാവരും കൂടണം. ബോഡി വന്നു കഴിയുമ്പോ എല്ലാവരും കൂടെ കൂടി അവരുടെ തിണ്ണയിൽ ഇറക്കി വെക്കും. അവിടെ ഇരിക്കട്ടെ, തീരുമാനം ഉണ്ടായിട്ട് എടുത്ത് മറവ് ചെയ്താൽ അല്ലെങ്കിൽ അവിടെ വെച്ചാൽ മതി. കാട്ടാന ആക്രമണത്തിൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലും ജനകീയ ഹർത്താൽ തുടരുകയാണ്. പ്രതിഷേധം കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് സന്നാഹം ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സമീപത്തുള്ള പിണർമുണ്ട, ക്നാച്ചേരി എന്നിവിടങ്ങളിൽ വീണ്ടും കാട്ടാനയെത്തി. വനത്തോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം പതിവാണ്. അധികൃതരോട് പരാതി പറഞ്ഞു മടുത്ത ഇനി എന്ത് എന്ന ചോദ്യം അവശേഷിക്കുമ്പോഴാണ് ഇപ്പോൾ എൽദോസിന്റെ മരണം കൂടിയുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം കനക്കുന്നതും. കുട്ടമ്പുഴയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കുട്ടമ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന്റെ മൃതദേഹം അല്പസമയത്തിനകം വീട്ടിലെത്തിക്കും. ചേലാട് കുറുമറ്റത്തെ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, എന്തായാലും നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. കിടങ്ങ് നിർമ്മിച്ചില്ലെങ്കിൽ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കില്ല എന്ന രീതിയിലാണല്ലോ നാട്ടുകാർ ഉള്ളത്. ഇപ്പോൾ കിടങ്ങ് നിർമ്മാണം തുടങ്ങിയിട്ടുമുണ്ട്. എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? മഞ്ജുഷ, ഇപ്പോൾ ഉള്ളത് നമ്മൾ ക്നാച്ചേരി ആ ഭാഗത്തേക്ക് പോകുന്ന ജംഗ്ഷനിലാണ്. ഇവിടെ ഇപ്പോൾ പോലീസിനെ നമുക്ക് കാണാം. വലിയ രീതിയിൽ തന്നെ പോലീസിനെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. കാരണം വലിയ പ്രതിഷേധമുണ്ടാകാനുള്ള ഒരു സാഹചര്യത്തെ മുൻനിർത്തിയാണ് ഈ രീതിയിലുള്ളൊരു പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുള്ളത്. കാരണം അല്പം മുമ്പ് വരെയും ഇവിടെ ജനങ്ങൾ ഈ പ്രതിഷേധവുമായിട്ട് എത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവർ ഇത് പ്രതിഷേധവുമായി എത്തുന്നത്. നാളിതുവരെയുമായിട്ടും ഇവിടെ കിടങ്ങ് നിർമ്മിക്കുക, ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുക, അത്തരം കാര്യങ്ങളിലൊന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഇന്നലെ എൽദോസിനെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി. ഇന്നലെ അർദ്ധരാത്രി ഇവിടെ സ്ഥലത്തെത്തി നാട്ടുകാരോട് അക്ഷരാർത്ഥത്തിൽ അപേക്ഷിച്ചുകൊണ്ടാണ് നാട്ടുകാരോട് അദ്ദേഹം ഈ മൃതദേഹം വിട്ടുതരണം എന്ന് പറഞ്ഞത്. അതിൽ നൽകിയ ഉറപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫെൻസിംഗ് അത് നിർമ്മിക്കുക, ഒപ്പം തന്നെ കിടങ്ങ് നിർമ്മിക്കുക, അത്തരം കാര്യങ്ങളിൽ സത്വരമായ നടപടികൾ ഉണ്ടാകും എന്ന ഒരു ഉറപ്പ് അദ്ദേഹം നൽകുകയും ചെയ്തു. ഒപ്പം തന്നെ എൽദോസിന്റെ കുടുംബത്തിന് സമാശ്വാസ ധനം കൈമാറുകയും ചെയ്തിരുന്നു. ഇതിൽ കിടങ്ങ് നിർമ്മാണത്തിനുള്ള പ്രാരംഭമായ സർവേ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടന്നിട്ടുണ്ടെങ്കിലും അത് മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൃത്യമായൊരു ഉറപ്പ് നൽകുക എന്നതാണ് നാട്ടുകാരുടെ ഒരു ആവശ്യമായിട്ട് ഉന്നയിക്കുന്നത്. തങ്ങളൊരു മൃതദേഹം തടയുക എന്നതടക്കമുള്ളൊരു കാര്യത്തിലേക്കല്ല തങ്ങൾ പോകുന്നത്, മറിച്ച് ഇത്തരം കാര്യങ്ങളിലൊരു ഉറപ്പ് തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് അവർ പറയുകയും ചെയ്തു. എന്തായാലും ഇത് ക്നാച്ചേരി എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്ത് അതിനിരുവശവുമായിട്ട് നാട്ടുകാർ റോഡിന് ഇരുവശവുമായിട്ട് ഇവിടെ എത്തി
എത്തിയിട്ടുണ്ട്. അതിൽ ഇനി അല്പസമയത്തിനകം തന്നെ ഇവിടെ എൽദോസിന്റെ മൃതദേഹവുമായിട്ടുള്ള ആംബുലൻസ് ഇവിടേക്ക് എത്തും. അതിനുശേഷം ഇവിടുന്ന് ഏതാണ്ട് ഒരു 2 കിലോമീറ്ററോളം ദൂരമുണ്ട്. അതിൽ ഇടയ്ക്ക് വനത്തിലൂടെയുള്ള ഒരു റോഡാണ്. അവിടെ വെച്ചാണ് ഇന്നലെ കാട്ടാന ആക്രമണം ഉണ്ടായത്. അതിലൂടെ കടന്ന് വീട്ടിലേക്ക് എത്തുകയും വീട്ടിൽ ഏതാണ്ട് 1 മണിക്കൂറോളം പൊതുദർശനം, അതിനുശേഷം പള്ളിയിൽ സംസ്കാര ശുശ്രൂഷകൾ നടക്കും. ഇതിനുശേഷം ഇവിടെ ചേലാട് കുറുമറ്റം പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശരി, ഇപ്പോഴാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നാട്ടുകാരുടെ പ്രതിഷേധം തീർന്നിട്ടില്ല. തുടർച്ചയായിട്ട് കാട്ടാനകളുടെ ആക്രമണം നടക്കുന്ന പ്രദേശം കൂടിയാണ് കുട്ടമ്പുഴ.